റിപ്പോർട്ട് ബ്രേക്കിംഗ് നൗ. മുന്നണിയിൽ എടുത്തില്ലെങ്കിലും UDF-ന് പിന്തുണ നൽകുമെന്ന് PV അൻവർ റിപ്പോർട്ടറിനോട്. പിണറായിസത്തെ പരാജയപ്പെടുത്താൻ UDF ജയിക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്നും PV അൻവർ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഈ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയ വിഷയങ്ങൾ സഗൗരവം കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. അതിനൊരു വോട്ടുണ്ട്. ആ വോട്ട് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തു നിന്ന് വരുന്ന വോട്ടാണ്. ആ വോട്ടിനെ കൂടി UDF-ൽ എത്തിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. സ്വാഭാവികമായും ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പിണറായിസം ഇവിടെ അവസാനിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, ഈ നാടിന്റെ ആവശ്യമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യമാണ്, ഈ നാട്ടിലെ തൊഴിലാളികളുടെ ആവശ്യമാണ്, ഈ തൊഴിൽ തേടുന്ന ഇവിടുത്തെ യുവാക്കളുടെ ആവശ്യമാണ്, പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. അപ്പോൾ ഇന്ന് പിണറായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യായാമങ്ങളെല്ലാം ഇത് വിഹക വ്യായാമമായി മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ എല്ലാ മതേതര വിശ്വാസികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ UDF-നെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. VS രഞ്ജിത്ത് നമുക്കൊപ്പം. VS രഞ്ജിത്ത്, മുന്നണിയിൽ എടുക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങളോ ചർച്ചകളോ ഒന്നും നമ്മൾ കാണുന്നില്ല. നിലമ്പൂരിന് ശേഷം എന്താണ് PV അൻവറിന്റെ പ്ലാൻ? സുജിയ, 3 മുന്നണികൾക്കിടയിൽ മത്സരിച്ച് നിലമ്പൂരിൽ 20,000-ഓളം വോട്ടുകൾ നേടി കരുത്ത് കാണിച്ച PV അൻവർ പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോഴേക്കും അത്തരത്തിലൊരു സ്വതന്ത്ര പരീക്ഷണത്തിനില്ല എന്ന് തന്നെ വ്യക്തമാക്കുകയാണ്. അദ്ദേഹം UDF-ന് കരുത്തു പകരും എന്നുള്ള ഒരു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം രാഷ്ട്രീയം വ്യക്തമാക്കുന്നുണ്ട്. കാരണം പിണറായിസത്തെ എതിർക്കണമെങ്കിൽ CPM എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നില്ല, പിണറായിസം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ആ പിണറായിസത്തെ തകർക്കാൻ UDF ജയിക്കണം എന്നുള്ളതാണ് PV അൻവർ പറയുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷത്ത് നിന്നുള്ള വോട്ടുകൾ, അത് ഭരണാനുകൂല വോട്ടുകളായിരുന്നു നേരത്തെ, ആ വോട്ടുകൾ UDF-ലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് മുന്നണിയിലെടുത്താലും ഇല്ലെങ്കിലും ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നാണ് പിന്തുണ. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരും എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കേണ്ടത് UDF നേതൃത്വത്തിലാണ്. അത് UDF നേതൃത്വം വ്യക്തമാക്കട്ടെ. തൽക്കാലം ഈ ഇടതു സർക്കാരിനെതിരെ, പിണറായി വിജയനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ UDF-ന് കരുത്തു പകരുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയമായി ചെയ്യേണ്ടത്. ആ ദൗത്യം ഏറ്റെടുക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് PV അൻവർ നടത്തുന്നത്. ഇക്കാര്യത്തിൽ PV അൻവറുമായി ചേർന്ന് പോവുക, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിന്റെ ഒരു സാധ്യത എത്രത്തോളമാണെന്ന് 2 പഞ്ചായത്തിൽ നേരത്തെ തന്നെ തെളിയിച്ച് ഭരണം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്ത അൻവറാണ്. ആ അൻവറിനെ ആ രീതിയിൽ കാണുന്നുണ്ടോ UDF, പ്രത്യേകിച്ചും കോൺഗ്രസ്? സുജിയ, തീർച്ചയായിട്ടും നിലമ്പൂർ മേഖലയിൽ, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും പോത്തുകല്ലിലും അതുപോലെ തന്നെ അവിടെ തൊട്ടടുത്ത വണ്ടൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലുമൊക്കെ തന്നെ, അമലമ്പലം പഞ്ചായത്ത് ഉൾപ്പെടെയുണ്ട്, അവിടെയൊക്കെ തന്നെ PV അൻവറിന് വലിയ തോതിൽ സ്വാധീനമുള്ള മേഖലയാണ്. ആ സ്വാധീന മേഖലകളിൽ ഇത്തവണ PV അൻവറിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാവും. ആ സ്ഥാനാർത്ഥി UDF-ന്റെ ഭാഗമായിട്ടായിരിക്കും മത്സരിക്കുക എന്നുള്ള കാര്യം PV അൻവറിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. അത് സംസ്ഥാനത്തുടനീളം ഒരു സഖ്യമായി, മുന്നണിയായി രൂപപ്പെട്ടില്ല എങ്കിലും നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലും PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ UDF-ന്റെ വാർഡുകളിലായിരിക്കും, UDF-ന് വേണ്ടിയായിരിക്കും മത്സരിക്കുക എന്നുള്ളതാണ്. അതിൽ UDF എത്രത്തോളം സീറ്റുകൾ ഇവർക്ക് കൊടുക്കുമെന്ന കാര്യത്തിലൊക്കെ ഒരു ധാരണ അന്തിമമായി വരേണ്ടതുണ്ട് എങ്കിൽ കൂടി UDF-മായി പ്രാദേശികമായ ഒരു സഖ്യവും ധാരണയും നിലവിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. PV അൻവറിന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മുന്നണി പ്രവേശനത്തിൽ തീരുമാനം ആയിട്ടില്ല, പക്ഷേ അപ്പോഴും UDF-നൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് PV അൻവർ. അതോടൊപ്പം തന്നെ PV അൻവർ ഈ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ആ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്.